മറ്റൊരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കളികളും ചിരികളുമായിട്ട് ഇന്ന് നമ്മുടെ സെഷൻ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇന്ന് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ഇതിൻ്റെ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾ ഈ പറമ്പിൽ നിങ്ങൾ ഇപ്പോൾ ഇതൊരു കൃഷി പാഠശാലയാണെന്ന് അറിയാലോ. അതിനകത്ത് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അല്ലേ. കുറേ സസ്യങ്ങളുണ്ട്, കുറേ മത്സ്യങ്ങളുണ്ട്, പല ഐറ്റംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഇവിടെ ഈ കൃഷിത്തോട്ടത്തിൽ കണ്ടെത്തുന്ന ഒരൈറ്റത്തെ കുറിച്ച് ഇവിടെ ഒരു 3 മിനിറ്റ് സംസാരിക്കും. ഫസ്റ്റ് എന്തോ ആയിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, അല്ലെങ്കിൽ മീനായിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, എന്തിനെ കുറിച്ചായാലും നിങ്ങളൊരു 3 മിനിറ്റ് സാധിക്കുന്ന രീതിയിൽ, 3 മിനിറ്റ് ഒന്നും പറയുന്നില്ല, സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കണം. അതാണ് ഇന്നത്തെ ഒരു ചെറിയ ടാസ്ക്. ഓക്കെ. പിന്നെ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോ 2 ടീമായിട്ട് തിരിയും. രസകരമായിട്ടുള്ള ഒരു ഗെയിം, പ്രസംഗ പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് പേരടങ്ങുന്ന ടീമായിട്ട് തിരിയും. എന്നിട്ട് നിങ്ങൾ പിന്നെ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഉദാഹരണത്തിന് ഡിയോൺ, ഇവിടെ വരുന്ന ശിവാനി. ഡിയോണ് ശിവാനി ഒരു ടീമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കും. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരും, നിങ്ങൾക്ക് സംസാരിക്കാം. അതിനുശേഷം ഡിയോൺ ഇവിടെ സംസാരിക്കുന്നത് ശിവാനി ആയിട്ടായിരിക്കും. മനസ്സിലായോ? അതാണ് ഗെയിം. മനസ്സിലായോ? ശിവാനി അല്ല, പിന്നെ ശിവാനി ഡിയോണായിട്ട് മാറും. അതൊരു എക്സ്ചേഞ്ച് ആണ് അല്ലെ. കൂട് വിട്ട് കൂട് മാറൽ എന്നൊരു ഗെയിമാണ് അത്. കൂട് വിട്ട് കൂട് മാറൽ. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? എൻ്റെ പേര് ആഗ്നസ് മരിയ പീറ്റർ. ഞാൻ 8ലേക്കാണ് പോകുന്നത്. ഞാൻ ഇതുവരെ പഠിച്ചത് സെന്റ് അഗസ്റ്റിനിലാണ്. ഇനി മാർഗസ്റ്റിനിലേക്കാണ്, തൊറൂര്. എൻ്റെ മമ്മയുടെ പേര് റിയ, പപ്പയുടെ പേര് പീറ്റർ. എനിക്ക് 3 അനിയന്മാരാണുള്ള. മൂത്ത ആൾ 4ലേക്കാണ്. അവൻ്റെ പേര് ആഞ്ചലോ. രണ്ടാമത്തെ അനിയൻ്റെ പേര് അബ്രാം, അവൻ 1ലേക്ക്. പിന്നെ ഇളയാളുടെ പേര് ആൻഡ്രൂസ് എന്നാണ്, അവൻ LKGയിലേക്ക്. എൻ്റെ വീട് സെൽപുരത്താണ്. എൻ്റെ പേര് ഡെന്ന റോസ് ടിറ്റോ എന്നാണ്. ഞാൻ വരുന്നത് സെബിപുരത്താണ്. ഞാൻ പാട്രിക്സിലാണ് പഠിച്ചത്. ഇനി ശ്രീശാരദയിലേക്കാണ് പോകുന്നത്. എൻ്റെ അപ്പൻ്റെ പേര് ടിറ്റോ എന്നാണ്. അമ്മയുടെ പേര് അനിമോൾ എന്നാണ്. എനിക്കൊരു അനിയനുണ്ട്, ഡിയോൺ എന്നാണ് പേര്. എൻ്റെ പേര് സജി. എൻ്റെ അപ്പൻ്റെ പേര് സജി. എൻ്റെ ഹോബീസ് ഫുട്ബോൾ കളിക്കലാണ്. എൻ്റെ അനിയനും 9ലേക്കാണ്. ഞാനും 11ലേക്ക്. എൻ്റെ പേര് ഡിയോൺ ടിറ്റോ. ഞാൻ ഇനി 6ലേക്കാണ്. ഞാൻ ഇത്ര നാൾ പാട്രിക്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ശ്രീശാരദയിലേക്ക് മാറാണ്. എൻ്റെ വീട്ടിൽ 6 പേരുണ്ട്. എൻ്റെ അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. പിന്നെ എൻ്റെ അപ്പൻ്റെ പേര് ടിറ്റോ എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് അനിമോൾ എന്നാണ്. എൻ്റെ ചേച്ചിയുടെ പേര് ഡെല്ലാണ്. ഇപ്പം ശ്രീശാരദയിലേക്ക് മാറാണ്, 11ലേക്ക് പോവാണ്. പിന്നെ എൻ്റെ വീട് സെബിപുരത്താണ്. എൻ്റെ പേര് ഇസബൽ ജിനോയ്. എൻ്റെ അപ്പൻ്റെ പേര് ജിനോയ്. എൻ്റെ അമ്മയുടെ പേര് നിദാന. എനിക്കൊരു ചേട്ടനുണ്ട്, പേര് ഏബൽ ജോസ് ജിനോയ്. ഞാൻ സെൻറ്റ് പാട്രിക്സ് സ്കൂളിലാണ് പഠിക്കുന്നത്, 2ലേക്ക്. എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് അപ്പത്തിന്റെ കൂടെ ഒന്നും വേണ്ടേ? വെറുതെ അപ്പം മതിയോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാട്ടോ. അപ്പത്തിന്റെ കൂടെ മുട്ടക്കറി ആയല്ലോ. ഇപ്പൊ ഇങ്ങനെ ചോദിച്ച പോലെ നിങ്ങൾക്ക് രസകരമാക്കാം. ഈ സെഷൻ ഇങ്ങനെ രസകരമാണ്. ഇടവകപ്പള്ളി ഏതാ? ഇടവകപ്പള്ളി
പിന്നെ എൻ്റെ പേര് എൻ്റെ ഉമ്മേൻ്റെ പേര് റിച്ചു, എൻ്റെ അപ്പൻ്റെ പേര് എൻ്റെ പേര് സുധ. സ്കൂളിൽ നിന്ന് ഇതിലോട്ട് മാറാണ്. അങ്കമാലി എന്നാണ് ഓക്കെ ഓക്കെ നല്ല കൈ കൊടുക്കാം. അമ്മോനൊരു എൻ്റെ പേര് ഏബൽ ജോസ് ജിനോയ്. ഞാൻ 5ലേക്ക് പഠിക്കുന്നു. ഞാൻ സെൻറ്റ് പാട്രിക്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ TC എടുത്തു. സ്കൂളിലേക്കൊന്നും അറിയില്ല. എൻ്റെ അപ്പൻ്റെ പേര് ജിനോയ്, എൻ്റെ അമ്മയുടെ പേര് നിത. എനിക്കൊരു അനിയത്തി ഉണ്ട്, ഇസബൽ അന്ന ജിനോയ്. അവളും സെൻറ്റ് പാട്രിക്സിലാണ് 2ലേക്ക്. എൻ്റെ വീട്ടും പേര് പാറയ്ക്ക. എൻ്റെ വീട് സെവിപുരത്ത്. എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ചപ്പാത്തി സോസും ചപ്പാത്തി മട്ടൻ കറിയാണെന്നാണ് പറഞ്ഞത്. ചപ്പാത്തിയും ചിക്കൻ കറി. സോസ്. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ. ഡോക്ടറാവാനാണ്. ഓക്കെ നല്ലൊരു കൈ കൊടുക്കാം. എൻ്റെ പേര് ക്രിസ്റ്റൽ സജി. ഞാൻ 9ലേക്ക്. എനിക്കൊരു ചേട്ടനുണ്ട്, പേര് ക്രിസ് സജി. 10ലേക്കാണ്, അല്ല 11ലേക്കാണ്. എൻ്റെ അപ്പൻ്റെ പേര് സജി, അമ്മേൻ്റെ പേര് സോണി, എൻ്റെ വീട്ടുപേര് മൂന്നാലി. ഓക്കെ നല്ലൊരു കൈ കൊടുക്കാം. പേര് ഡോക്ടറുടെ പേര് പറഞ്ഞു കൊടുത്തേ. നടാഷ. എൻ്റെ പേര് നടാഷ ബിനോയ്. ആ ഓക്കെ. ഒന്ന് ഹെൽപ്പ് ചെയ്തേ. നടാഷ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. പറഞ്ഞു കൊടുക്കും. കളറ് ഹെഡ് എവിടുന്നാ വരുന്നേ? സെബിപുരം. പിന്നെ എൻ്റെ പപ്പയുടെ പേര്, അമ്മയുടെ പേര് എൻ്റെ പേര് ജോസഫ്. എനിക്ക് എൻ്റെ ചേച്ചിമാരുടെ ഇസ. ചോദ്യങ്ങൾ ചോദിക്കേ. ടീന. ടീന. സാന്തോം പബ്ലിക് സ്കൂൾ മുക്കന്നൂർ അല്ലേ? മലപ്പുറം. എൻ്റെ പേര് ടീച്ചർ. ക്ലാസ്സിലാണ് പോകുന്നത്. എനിക്ക് 10 മിനിറ്റ്. അപ്പാപ്പന 3 അനിയന്മാരും.
ഓക്കെ, അടിപൊളി അടിപൊളി. നല്ല കൈ കൊടുക്കാം. എൻ്റെ പേര് ആൻ്റോണിയോ ആൻ്റണി. ഞാൻ പഠിക്കുന്നത് സെൻറ് ആൽഫിൻസിൽ ആണ്. ഇനി 3ലേക്കാണ്. എൻ്റെ പപ്പയുടെ പേര് ആൻ്റോണിയോ. എൻ്റെ അമ്മയുടെ പേര് അമ്മയുടെ പേര് പറഞ്ഞല്ലോ. അമ്മയുടെ പേര് ജോയ്സി. ജോയ്സി. ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, അത് കഴിഞ്ഞില്ല. പറ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാവിനെ കുറിച്ചിട്ടാണ്. മാവ് പല വിധത്തിലുണ്ട്. പിന്നെ പല വെറൈറ്റി ടൈപ്സുള്ള മാവുകളുണ്ട്. നമ്മൾ മാവ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. മാവ് വേനൽക്കാലമൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാവുന്നത്. മാങ്ങ ഉണ്ടാവുന്നത് വേനൽക്കാലമൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാവുന്നത്. നമുക്ക് മാങ്ങയൊക്കെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ ആർക്കെങ്കിലും? മാവിനെ കുറിച്ചാണ് വേനൽക്കാലത്ത് മൽഗോവ മാംഗോ, അൽഫോൻസ മാംഗോ, പച്ചമാങ്ങയുണ്ട്, മൂവാണ്ട മാങ്ങയുണ്ട്, കണ്ണിമാങ്ങയുണ്ട്, പ്രിയോരി മാവുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് ഈ കൃഷി പാഠശാലയിൽ ഞാൻ കണ്ട കുറേ കാര്യങ്ങളാണ്. ഇവിടേക്ക് ഇറങ്ങിയപ്പോൾ കുറേ വാഴകളെ കണ്ടു, ജാതി കണ്ടു, മാവ് കണ്ടു. കുറേ ആദ്യം തന്നെ കുറേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുറേ പൂക്കളാണ്. ഇവിടെ കുറേ പൂക്കളുണ്ട്. അതിൽ കുറേ ഉണ്ടായിരുന്നു. റോസാപ്പൂവുണ്ട്, ബോഗൻവില്ലയുണ്ട്, അങ്ങനെ കുറേ പൂക്കളുണ്ട്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോസാപ്പൂവാണ്. എനിക്ക് മാത്രമല്ല മിക്കവർക്കും അത് തന്നെയാണ് ഇഷ്ടം. അത് പല കളറിലുണ്ട്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല കളറുണ്ട്. പൂക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പൂവും കൂടിയാണ് റോസാപ്പൂവ്. അതുകൊണ്ട് നമുക്ക് കുറേ പെർഫ്യൂമായി നല്ല മണമാണ്. പെർഫ്യൂം ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പത്ത് പോവാ. റോസ്, ബോഗൻവില്ല, മാരിഗോൾഡ്, ജാസ്മിൻ, ലോട്ടസ്, ലില്ലി, റഫ്ലീഷ്യ, വിഷുവിനൊക്കെ കണിക്കൊന്ന, ഓർക്കിഡ്, ഡാലിയ, ഡേസി. മറ്റു വിശിഷ്ട അതിഥികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് ഇവിടെ കണ്ടത് കുറേ വൃക്ഷങ്ങളെ ഞാൻ കണ്ടു. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാഴയെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വൃക്ഷമാണ് വാഴ. അതുകൊണ്ട് നമുക്ക് കുറേ ഉപയോഗങ്ങളുണ്ട്. വാഴ കുറച്ച് കായ കാത്തിരും. അത് നമുക്ക് പച്ചയായിട്ട് അരിഞ്ഞ് കറി വെക്കാം. പിന്നെ അത് പഴുത്ത് കഴിയുമ്പോൾ പഴമാവും. അത് നമുക്ക് തൊണ്ട് ഉരുട്ടി തിന്നാം. പിന്നെ വാഴയുടെ പിണ്ടിയും കുടപ്പൻ നമുക്ക് കറി വെച്ച് തിന്നാം. പിണ്ടിയും നമുക്ക് ഉപ്പ് മുളകിലിട്ടൊക്കെ തിന്നാൻ പറ്റും. പിന്നെ വാഴയുടെ ഇല നമ്മൾ ഓണത്തിനൊക്കെ സദ്യ കഴിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ കായൊക്കെ പഴുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ എത്തിലീൻ ഗ്യാസ് വലിച്ചെടുത്താണ് അത് നിറം മാറി മഞ്ഞയായി പിന്നെ അത് പഴമായി നമുക്ക് തിന്നാൻ പറ്റുന്നത്.
പിന്നെ എല്ലാവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറൊക്കെ ഉണ്ട് വാഴ ഒരു ഒരു ട്രീ അല്ലെങ്കിൽ ഒരു മരം എന്നൊക്കെ തെറ്റിദ്ധരിക്കും. പക്ഷെ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഹേർബാണ്. ഹേർബിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ് വാഴ. അതുപോലെ ഞാൻ നിർത്തുന്നു. വാഴപ്പഴം, റോബസ്റ്റ് ഉണ്ട്, പ്ലാന്റുകൾ ഉണ്ട്, ഏത്തപ്പഴം. ഈ നിൽക്കുന്നത് ഏതാ? വാഴകളൊക്കെ ഏതാ അറിയോ? ഇഷ്യൂ. ഇവിടെ നിൽക്കുന്നതൊക്കെ റോബസ്റ്റ് വാഴയാണ്. നിങ്ങൾ കാണുന്നതൊക്കെ റോബസ്റ്റ് എന്നുള്ള ഇനമാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെയും കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടല്ലേ? മോന്റെ പേരെന്താ? നീല ഷർട്ടിട്ടാണ്. അവനൊക്കെ നന്നായി പറയുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചക്കുണ്ടെങ്കിലും. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കയറി വരണം പിള്ളേരൊക്കെ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് വന്നതിനേക്കായി ഒരുപാട് കോൺഫിഡൻസ് വന്നില്ലേ? ആദ്യത്തെ ദിവസത്തേക്കായും ഒരുപാട് കോൺഫിഡൻസ് കയറി വന്നില്ലേ? ശരിയല്ലേ? ആണോ? സ്റ്റേജിൽ കയറാനും മൈക്ക് പിടിക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നില്ലേ? അല്ല, ആര് പറഞ്ഞിട്ടാ 4 പിള്ളേരോടെ പോയിരിക്കുന്ന കുട്ടികളെ? ഇവിടെ വാ. ഇപ്പൊ ഡെൽന, പിന്നെ മോൻ, പിന്നെ ആഗ്നസ് എന്നല്ലേ പറഞ്ഞ പേര്? ആഗ്നസ് ഏത് ക്ലാസ്സിലായി പറഞ്ഞ? 8ലേക്ക്. സാധാരണ 11-ലേക്ക് അവസാനിപ്പിക്കണം. 11-ന് അവസാനിപ്പിക്കില്ല. അല്ല, കുഴപ്പമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യവും കൂടി ഇന്നിവിടെ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മുതിർന്ന കുട്ടികളാണ്. നമ്മളിപ്പോ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോ MC ആങ്കറിങ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾക്കൊന്നും ഇതുപോലെ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സിൻ്റെ എന്നൊക്കെ ചെയ്യാൻ തോന്നാറുണ്ടാകും? ആരെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളോട് ബന്ധുക്കൾ ചോദിച്ചിട്ടുണ്ടാകും? നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റും. കുറച്ച് സ്റ്റെപ്സുകൾ എല്ലാത്തിൻ്റെയും കോമൺ ആണ്. നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞാണ്, വൈകുന്നേരം ആണ് നമ്മൾ ഈ പരിപാടി നടത്തണമെന്ന് വെച്ചാൽ കല്യാണം, അതിലൊരു ഉദ്ഘാടനം, അതല്ലെങ്കിൽ സെലിബ്രിറ്റികൾ ആരെങ്കിലും വരുന്നു അവരെ ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് പറയാനായിട്ടൊക്കെ. കല്യാണം ഞാനിപ്പോൾ പറയാം, അങ്ങനെ 2-3 സ്റ്റെപ്പുകൾ. അപ്പം നിങ്ങൾക്ക് പറയേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഡെൽനയൊക്കെ പറയേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ സ്റ്റേജിലേക്ക് കയറി വരുന്നു, ആ സമയം അനുസരിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് എല്ലാവരോടും പറയാം. അപ്പോൾ എല്ലാവരും ഒരു പതുക്കെ ആരാണാവോ എന്താണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇത് പറയാമോ ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നേ നമ്മുടെ നമ്മൾ വിചാരിച്ചിരുന്ന താരങ്ങൾ എത്തുന്നുണ്ട്. അവരിത് നമ്മുടെ അവിടെ വരെ നമ്മുടെ ഹോളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, അവർക്കൊരു കയ്യടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാവർക്കും കോമൺ തന്നെയാണ്. അങ്ങനെ കയ്യടി കൊടുത്ത് അവർ കയറി വരുമ്പോൾ അവർ പാട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ആ പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റേജിലോട്ട് അവർ വന്ന് താഴെ നിൽക്കുമ്പോൾ അവർ ഇനീഷ്യേറ്റ് ചെയ്ത് കയറ്റാനായിട്ടുള്ള താല്പര്യമില്ലേ കയറാനായിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അപ്പം അങ്ങനെ വന്ന് അവർ പരിചയപ്പെടുത്തുന്ന ടീച്ചർ പറയുന്ന ആങ്കറിങ്ങിനെ കുറിച്ചാട്ടോ. ആങ്കറിംഗ് ഒക്കെ അത്യാവശ്യം ചെയ്യുന്നതായിരിക്കും. ആഗ്രഹമൊക്കെ ചെയ്യാറുണ്ടാ? ചെയ്തിട്ടുണ്ടാ? അതെ പറഞ്ഞ കുറച്ച് സ്റ്റെപ്പുകൾ കോമൺ ആയിരിക്കും. പിന്നെ അവരുടെ പേരുകൾ അനുസരിച്ചായിരിക്കും അവരുടെ പേരുകൾ ഒന്ന് പറഞ്ഞ് സ്റ്റേജിൽ. പിന്നെ കുറച്ച് നമ്മളുടെയൊക്കെ ക്രിസ്ത്യൻ കുറച്ച് സെറിമണികളൊക്കെ ഉണ്ട്. കുറച്ച് അതൊക്കെ പറഞ്ഞ് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അതിനൊരു സ്റ്റെപ്പുകളാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ അല്ല റിലേറ്റീവ്സിൻ്റെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നെ ഈ മോനൊക്കെ ഇവരൊക്കെ പറയുകയാണെങ്കിലൊക്കെ ഒരു സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തരാം. ഞാൻ ഇന്നും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. നിങ്ങൾ ഇങ്ങനെയാണ് വളർന്നു വരുള്ളൂ ഓരോരോ കാര്യങ്ങളൊക്കെ. നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇത്രയും ദിവസങ്ങളിൽ? നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നിയില്ലേ? ഇല്ലേ? ഇത്രയും അതായത് ആദ്യത്തെ ദിവസം വന്ന ആഗ്നസാണോ ഇപ്പോൾ ഉള്ളത്? ആണോ? ആദ്യത്തെ ദിവസം വന്ന ഡിയോണാണോ ഇപ്പോൾ ഉള്ളത്? ആണോ? അല്ല. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ അന്ന് പറഞ്ഞ ആദ്യത്തെ ദിവസം ജിനോങ്ങൾ പറഞ്ഞത് പറഞ്ഞു സെൽഫ് കോൺഫിഡൻസ്, സെക്കൻഡ് സെൽഫ് എസ്റ്റീം അല്ലെ? ഈ രണ്ടും നമുക്ക് വരണം. ആദ്യത്തേത് എന്താണ്? ഇവിടെയൊക്കെ കയറാനുള്ള ധൈര്യം. പിന്നെന്താണ്? എന്താണ് സെൽഫ് എസ്റ്റീം? കയറുമ്പോ
ഇവിടെ നിന്ന് നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി, ഓഡിയൻസിന്റെ മുഖത്ത് നോക്കി വളരെ കോൺഫിഡൻസോടുകൂടെ സംസാരിക്കാനുള്ള ആത്മവിശ്വാസത്തിന്, സ്വയമുള്ള വിശ്വാസത്തിന് പറയുന്ന പേരാണ് സെൽഫ് എസ്റ്റീം. ഈ രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അല്ലെ, സ്പീക്ക്, ഇൻസ്പയർ ആൻഡ് ലീഡ്. ആദ്യം നമ്മൾ സ്വയം സ്പീക്ക് ചെയ്യണം. പിന്നെ നമ്മൾ എക്സ്പെർട്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ ലീഡ് ചെയ്യണം. നമ്മൾ നല്ലൊരു ലീഡറായിട്ട് മാറണം. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല ലീഡർ, വെറുതെ സ്പീക്കർ, പബ്ലിക്കിന്റെ മുമ്പിൽ സംസാരിക്കുന്നവരാക്കി മാറ്റുക മാത്രമല്ല, നിങ്ങളെ ഒരു പബ്ലിക്കിനെ, ഒരു കൂട്ടം ആളുകളെ ലീഡ് ചെയ്യുന്നവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്ര പോലെയുള്ള ഇതുപോലെയുള്ള സൊസൈറ്റികളുടെ ഉദ്ദേശ്യം. അപ്പൊ നിങ്ങളിലാണ് ഇത് വളർന്നു വലുതായി കഴിഞ്ഞിട്ട് നിങ്ങളിൽ ഈ കറക്ഷൻ ഒന്നും വരുത്താൻ പറ്റില്ല. നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അബ്സോർബിംഗ് സ്റ്റേജ് ആണ്. നിങ്ങൾക്ക് എല്ലാം സ്വീകരിക്കാനും സ്വയം തിരുത്തലുകൾ വരുത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന പ്രായമാണ് നിങ്ങളുടെ ചെറുപ്പകാലം. ഈ പ്രായത്തില് അല്ലെ, കേട്ടിട്ടില്ലേ, കതിരില് വളം വയ്ക്കാൻ പറ്റില്ല അല്ലെ? എവിടെയാണ് നമ്മൾ വളം വെക്കുന്നത്? നമ്മൾ വളം കൊടുക്കുന്നത് എവിടെയാ? ചെടിയുടെ അടിയിലാണ് അല്ലെ? വളർന്നു വലുതായി കതിരായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വളം വെക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യങ്ങളും അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ പ്രായത്തിലാണ് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ സ്വയം കറക്ഷൻസ് വരുത്താനും, തെറ്റ് വന്നാൽ തിരുത്താനും പറ്റുന്ന പ്രായം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ സ്പീക്ക്, അത് നിങ്ങൾ പഠിക്കുന്നത് സ്പീക്ക് ചെയ്യാനാണ്. പിന്നെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രചോദനം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് കോൺഫിഡൻസിന്റെ പാരമ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ, പരമാവധി കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? മറ്റുള്ളവരെ ലീഡ് ചെയ്യുക. അതായത് കണ്ടിട്ടില്ലേ, നല്ല ലീഡർമാരാവുക. നമ്മുടെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ പോലെ മറ്റുള്ളവരെ ലീഡ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്നത്ര പ്രാപ്തരാക്കുക എന്നതാണ് നിങ്ങളെയൊക്കെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ GSM പോലെയുള്ള സംഘടനകളുടെ ഉദ്ദേശം. അപ്പൊ ഇതാണ് ഇത്രയും നാൾ നടന്ന സെഷന്റെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു സംഗ്രഹം.